അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ബഹുമാന്യ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, സഹോദരികളെ, വിശുദ്ധ റമളാൻ മാസത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കാനും പ്രതിഫലങ്ങൾ ഇരട്ടിപ്പിക്കാനുമുള്ള ഒരു കാലഘട്ടമായി അല്ലാഹു ഇതിനെ നമുക്ക് മാറ്റിത്തരുമാറാകട്ടെ. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും പ്രധാനമായി കണ്ട ഇബാദത്തുകളിൽ ഒന്ന്, ദീനിൻ്റെ സ്തംഭങ്ങളിലൊന്നായ സക്കാത്തിനെ സംബന്ധിച്ചാണ്. ധനത്തിനും ധനസമ്പാദന മാർഗത്തിനുമൊക്കെ വലിയ പ്രാധാന്യമാണ് ഇസ്ലാം കൽപ്പിച്ചിട്ടുള്ളത്. സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അങ്ങേയറ്റം കഷ്ടപ്പെട്ടായിരിക്കും സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നുമൊക്കെയുള്ള ചില ധാരണകൾ മറ്റു പല സമൂഹങ്ങളിലുമുള്ളത് ഇസ്ലാം അംഗീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, ധനം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കൂടുതൽ അവനിലേക്ക് അടുക്കാനും കൂടുതൽ അവൻ്റെ തൃപ്തി കരസ്ഥമാക്കാനുമുള്ള ഒരു വഴിയായിട്ട് ഇസ്ലാം പഠിപ്പിക്കുക കൂടി ചെയ്തതായിട്ട് കാണാൻ കഴിയുന്നതാണ്. ധനം സമ്പാദിക്കാൻ ആവശ്യപ്പെടുകയും അള്ളാഹുവിനോട് ദുനിയാവിലെ ഖൈറുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിക്കുകയും ചെയ്ത ഒരു മതമാണ് ഇസ്ലാം. ദുനിയാവിലും ആഖിറത്തിലും എനിക്ക് നന്മ നൽകണേ എന്ന് റബ്ബന ആത്തിന ഫിദ്ദുന്യ ഹസന, ദുനിയാവിൽ എനിക്ക് ഖൈർ നൽകണേ, ഹസനത്ത് നൽകണേ എന്ന് പറയാൻ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച ഒരു മതമാണ് ഇസ്ലാം. മാത്രമല്ല, അധ്വാനിക്കണമെന്ന് പറയുന്നുണ്ട്. പള്ളിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുക, അവിടെ ചടഞ്ഞുകൂടിയിരിക്കുക എന്നത് മാത്രമല്ലല്ലോ ഇസ്ലാം പഠിപ്പിക്കുന്നത്. മറിച്ച് ജീവിത ആവശ്യങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ ഔദാര്യം തേടിക്കൊണ്ട് ഭൂമിയിലൂടെ സഞ്ചരിക്കണമെന്നും അധ്വാനിക്കണമെന്നുമാണ് ഖുർആൻ പറയുന്നത്. വബ്തഗൂ മിൻ ഫളില്ല, അള്ളാഹുവിൻ്റെ ഫളല് നിങ്ങൾ അന്വേഷിക്കുക എന്ന് ഖുർആൻ പറയുന്നത് കാണാൻ കഴിയും. അപ്പോൾ പ്രാർത്ഥിക്കാനും അതുപോലെ തന്നെ അധ്വാനിക്കാനും പറയുന്ന ഇസ്ലാം ഈ നേടിയെടുത്ത സ്വത്ത് നശിപ്പിക്കരുത് എന്നുകൂടി നമുക്ക് വലിയ ശക്തമായ കൽപ്പന നൽകുന്നുണ്ട്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൻ്റെ നിലനിൽപ്പായി കൂടി പഠിപ്പിച്ച ഒന്നാണ് ധനം എന്നത്. അത് നിങ്ങൾ നശിപ്പിക്കരുത്, നശിപ്പിക്കുന്നവരുടെ കൈകളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കരുത് എന്ന് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. വലാ തുഅ്തു സുഫഹാ അംവാലക്കുമുല്ലത്തി ജഅലല്ലാഹു ലക്കും ഖിയാമ, അള്ളാഹു നിങ്ങൾക്ക് ജീവിതത്തിൻ്റെ നിലനിൽപ്പായി നിശ്ചയിച്ച സ്വത്ത് അത് കൈകാര്യം ചെയ്യാൻ കഴിയാത്ത ആളുകളെ നിങ്ങൾ ഏൽപ്പിക്കരുത് എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. മാത്രവുമല്ല, നാലാമതായി ഒരു കാര്യം സൂചിപ്പിക്കേണ്ടുന്നത്, വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടുന്നത്, അള്ളാഹു മനുഷ്യന് വ്യത്യസ്ത രൂപത്തിലുള്ള ഇബാദത്തുകൾ നൽകി. ഇപ്പോൾ നമ്മൾ നോമ്പ് നോറ്റുകൊണ്ടിരിക്കുകയാണ്, അതൊരു ഇബാദത്താണ്, ശരീരം കൊണ്ട് മനസ്സുകൊണ്ടുള്ള ഒരു ഇബാദത്ത്. നമസ്കരിക്കുന്നു, ശരീരം കൊണ്ടുള്ള ഇബാദത്താണ്. ഇതുപോലെ സമ്പത്ത് കൊണ്ട് ഒരു ഇബാദത്ത് നിശ്ചയിച്ച മതമാണ് ദീനാണ് ഇസ്ലാം എന്നത്. സക്കാത്ത് മനുഷ്യൻ്റെ സമ്പത്തിൽ അള്ളാഹു നിശ്ചയിച്ച ഒരു മതമാണ്. അപ്പോൾ സമ്പത്തിന് പ്രാധാന്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഒരു ഇബാദത്ത് സമ്പത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ, ഇസ്ലാം എന്നത് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത് 5 സ്തംഭങ്ങളിലായിക്കൊണ്ടാണ്. അതിലൊന്നായി നമസ്കാരവും സക്കാത്തുമൊക്കെ അല്ലാഹു എണ്ണുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണുന്നത് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്, ഈ നൽകപ്പെട്ട സ്വത്ത്, സമ്പത്ത്, അത് അല്ലാഹു നൽകിയ ഒരു അനുഗ്രഹമാണ്. ആ അനുഗ്രഹം നമുക്ക് ഒരു പരീക്ഷണം കൂടിയാണ് എന്ന തിരിച്ചറിവ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകേണ്ടതുണ്ട്. അനുഗ്രഹമാണ്, എല്ലാ അനുഗ്രഹങ്ങളിലും പരീക്ഷണമുണ്ട്. ആരോഗ്യം അനുഗ്രഹമാണ്, പരീക്ഷണവും ഉണ്ടാകും. അതേപോലെ തന്നെ സമ്പത്ത് അനുഗ്രഹമാണ്, അതിൽ പരീക്ഷണമുണ്ടാകും. മക്കൾ അനുഗ്രഹമാണ്, മക്കളിൽ പരീക്ഷണമുണ്ടാകും. ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവുക തന്നെ ചെയ്യേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ ഔദാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് നൽകിക്കൊണ്ടും നൽകാതെയും നൽകിയത് തിരിച്ചു പിടിച്ചും ഒരുപാട് കാലം നൽകാതെ പിന്നീട് നൽകി
ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കുമെന്നും ഈ സന്ദർഭങ്ങളിലൊക്കെ ഓരോ സന്ദർഭത്തിലും ചെയ്യേണ്ടത് ഒരു വിശ്വാസിയുടെ കടമയാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക തന്നെ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു പരീക്ഷണമാണെന്ന തിരിച്ചറിവുണ്ടാവുകയാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. ആ ഒരു പരീക്ഷണം എന്ന തിരിച്ചറിവിൽ നിന്നാണ് സമ്പത്തിലുള്ള ബാധ്യതകൾ നിറവേറ്റാൻ ഒരു വിശ്വാസി പ്രാപ്തനാകുന്നത്. ഇത് പരീക്ഷണമാണെന്ന തിരിച്ചറിവുണ്ടായതിനും അതില്ലാത്തതിനുമുള്ള ഉദാഹരണങ്ങൾ വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്കും നൽകിയിട്ടില്ലാത്ത, ഇനി ഒരാൾക്കും നൽകാത്ത രൂപത്തിലുള്ള അനുഗ്രഹങ്ങളാണ് അദ്ദേഹത്തിന് നൽകിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വലിയ ഒരു അനുഗ്രഹം റബ്ബിൽ നിന്ന് സ്വീകരിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ഹാദാ മിൻ ഫളിലി റബ്ബി ലിയബ്ലുവനി അഷ്കുർ അം അക്ഫർ. ഇത് അള്ളാഹുവിൻ്റെ ഔദാര്യമാകുന്നു, അവൻ്റെ അനുഗ്രഹമാകുന്നു. ഇതൊരു പരീക്ഷണമാണ്, എന്നെ പരീക്ഷിക്കാൻ. ഞാനിതിന് നന്ദി കാണിക്കുമോ അതല്ല നന്ദികേട് കാണിക്കുമോ? ആ നന്ദിയും നന്ദികേടുമാണ് ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം. ഇത് മനസ്സിലാക്കിയ സുലൈമാൻ അലൈഹിസ്സലാം ഏറ്റവും വലിയ സമ്പത്തിൻ്റെ ഉടമയായിട്ട് ഇനി ഒരാൾക്കും അദ്ദേഹത്തെപ്പോലുള്ള അനുഗ്രഹങ്ങൾ കിട്ടില്ല, അങ്ങനത്തെ സമ്പത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഉടമയായിട്ട് അള്ളാഹുവിൻ്റെ ഏറ്റവും ഇഷ്ടദാസന്മാരിൽ ഒരാളായി അദ്ദേഹത്തിന് മാറാൻ കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ്? സമ്പത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ബാധ്യത, അള്ളാഹുവിനോടുള്ള ബാധ്യത, സമൂഹത്തോടുള്ള ബാധ്യത അദ്ദേഹം നിറവേറ്റിയപ്പോൾ. അതാണ് റബ്ബിൻ്റെ കൽപ്പന ഓരോ രംഗങ്ങളിലുമുള്ളത്. നിറവേറ്റുമ്പോൾ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ദാസനായി മാറാൻ കഴിയും. എന്നാൽ ഖാറൂനിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അദ്ദേഹം ഇത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് എന്ന് തിരിച്ചറിഞ്ഞില്ല എന്നതാണ് പ്രശ്നം. അദ്ദേഹത്തോട് ആ നാട്ടിലുള്ള ജനങ്ങൾ പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞു, വ അഹ്സിൻ കമാ അഹ്സൻ അല്ലാഹു ഇലൈക്ക്. അള്ളാഹു നിനക്ക് എത്ര ഔദാര്യമാണ് കാണിച്ചത്, എത്ര നന്മയാണ് ചെയ്തത്, നിനക്കും ആളുകളോട് നന്മ ചെയ്തുകൂടെ എന്ന് ചോദിച്ചപ്പോൾ ഖാല ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദി. ഇതൊക്കെ എൻ്റെ കഴിവ് കൊണ്ടും എൻ്റെ അറിവ് കൊണ്ടും യോഗ്യത കൊണ്ടും നേടിയെടുത്തതാണ് എന്ന ഒരു വാക്കാണ്, നന്ദികേടിൻ്റെ വാക്കാണ്. അത് ഞാൻ ഇഷ്ടമുള്ള രൂപത്തിൽ ചെലവഴിക്കും, ഞാൻ ഇഷ്ടമുള്ള രൂപത്തിൽ അത് പ്രവർത്തിക്കും എന്ന് പറയുന്ന ഒരു ധാർഷ്ട്യത്തിൻ്റെ വാക്ക്. ഇതാണ് ഖാറൂനിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ ഒരു വിശ്വാസിക്ക് അള്ളാഹു മാതൃകയായി വെച്ചിട്ടുള്ളത് സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ വാക്കാണ്, ലിയബ്ലുവനി അഷ്കുർ അം അക്ഫുർ. എന്നെ പരീക്ഷിക്കാൻ ഞാൻ നന്ദി കാണിക്കുമോ നന്ദികേട് കാണിക്കുമോ എന്ന്. അവിടെയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം സക്കാത്ത് എന്ന ഈ ഒരു ആരാധന നമുക്ക് അത് നൽകേണ്ടവർക്ക് നൽകിക്കൊണ്ട്, നൽകേണ്ട രൂപത്തിൽ തന്നെ നൽകിക്കൊണ്ട് നന്ദി കാണിക്കാൻ പറ്റുമോ അതല്ല നന്ദികേട് കാണിക്കുമോ എന്ന ഒരു ചിന്ത വരേണ്ടത് എന്ന് ഞാൻ പ്രത്യേകമായി ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ നോക്കുക, എന്താണ് ഈ സക്കാത്ത്? സത്യത്തിൽ സക്കാത്ത് എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ആരാധനയാണ്. സക്കാത്തിനെ ഒരു ആരാധനയായിട്ട് നമുക്ക് കാണാൻ കഴിയണം. നമസ്കരിക്കുമ്പോൾ ഒരാരാധനയാണ്, നോമ്പെടുക്കുന്നത് ഒരാരാധനയാണ്. ഇതേപോലെ രക്ഷിതാവായ റബ്ബ് സുബ്ഹാനഹു വ തആലയോട് കാണിക്കുന്ന ഒരു ആരാധനയാണ് സക്കാത്ത് നിർബന്ധമായും കൊടുക്കേണ്ടത്, കൊടുത്തു വീട്ടുക എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആനിൽ 32 സ്ഥലങ്ങളിൽ സക്കാത്തിനെ സംബന്ധിച്ച് പരാമർശിക്കുന്നുണ്ട്. അതിൽ 28 തവണയും സക്കാത്തിനെ പറ്റി പറയുന്നത് നമസ്കാരത്തിൻ്റെ കൂടെ ചേർത്തുകൊണ്ടാണ്. അത്രയും പ്രാധാന്യമുള്ള ഒരു ഇബാദത്താണ്. അതുകൊണ്ട് സക്കാത്ത് നൽകാതെ നമസ്കാരം മാത്രം നിർവഹിച്ചതുകൊണ്ട് കാര്യമില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ശരീരത്തിന് നമസ്കാരമെന്ന ഇബാദത്ത് നിശ്ചയിച്ച റബ്ബ് തന്നെയാണ് പണത്തിന് സക്കാത്ത് എന്ന ഇബാദത്ത് നിശ്ചയിച്ചത്. ഒരു ഇബാദത്തിൽ അള്ളാഹുവിനെ അനുസരിക്കുകയും
മറ്റൊരു ഇബാദത്തിൽ അള്ളാഹുവിനെ ധിക്കരിക്കുകയും ചെയ്യുന്നത് ഒരു വിശ്വാസിക്ക് ചേർന്നതല്ല. അതുകൊണ്ട് യഥാർത്ഥ വിശ്വാസിയാകാൻ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. ഖുർആൻ സക്കാത്ത് നൽകാത്തവരെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ വവൈലുല്ലിൽ മുശ്രിക്കീൻ, ബഹുദൈവ വിശ്വാസികൾക്ക് നാശമാകുന്നു, അല്ലദീന ലാ യുഅ്തൂന സക്കാത്ത് വഹും ബിൽ ആഖിറതി ഹും കാഫിറൂൻ. നാളെ പരലോകത്ത് രക്ഷ കിട്ടുമെന്ന്, പ്രതിഫലം കിട്ടുമെന്ന് നിഷേധിക്കുന്ന അവർ സക്കാത്ത് നൽകാത്ത ആളുകളാകുന്നു അവർ എന്നാണ്. അപ്പോൾ മുശ്രിക്ക് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം ആളുകളെ എടുത്തു പറഞ്ഞു. അല്ലെങ്കിൽ മുശ്രിക്കിൻ്റെ ഒരു സ്വഭാവമായി സക്കാത്ത് നൽകാതിരിക്കുകയും പരലോകത്തെ പ്രതിഫലത്തിൽ വിശ്വസിക്കാതിരിക്കുകയും ചെയ്യുന്നതിനെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തി. അത് മാത്രമല്ല, സക്കാത്ത് കൊടുത്തു വീട്ടുമ്പോഴാണ് ഒരു മുസ്ലിം സാഹോദര്യ ബന്ധം സമൂഹത്തിൽ ഉണ്ടാവുകയും ആ സാഹോദര്യ ബന്ധത്തിൽ ഒരു കണ്ണിയായി ഈ മനുഷ്യൻ വരികയും ചെയ്യൂ എന്നാണ് ഖുർആനിൻ്റെ പരാമർശങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഖുർആൻ പറയുന്നത് ഫഇൻ താബു വ അഖാമുസ്സലാത്ത വ ആതൗസ്സകാത്ത് ഫഇഖ്വാനുക്കും ഫിദ്ദീൻ. നിങ്ങളോട് എതിരിട്ടുകൊണ്ടിരിക്കുന്ന, യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ അതൊക്കെ നിർത്തിവെച്ച് തൗബ ചെയ്യുകയും അള്ളാഹുവിനോട് പാപമോചനം തേടുകയും നമസ്കാരം നിർവഹിക്കുകയും സക്കാത്ത് കൊടുക്കുകയും ചെയ്താൽ അവർ നിങ്ങളുടെ സഹോദരന്മാരാണ് ദീനിൻ്റെ വിഷയത്തിൽ എന്നാണ്. അപ്പോൾ ദീനി സാഹോദര്യ ബന്ധം സ്ഥാപിക്കപ്പെടുന്നത് ഈമാൻ സ്വീകരിക്കുകയും നമസ്കാരം നിലനിർത്തുകയും സക്കാത്ത് കൊടുക്കുകയും ചെയ്യുമ്പോഴാണ് എന്ന് പറയുമ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് ഒഴിവാക്കിയാൽ ദീനി സാഹോദര്യ ബന്ധത്തിൽ നിന്നും ആ മനുഷ്യൻ പുറത്തുപോയി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ നമ്മൾ സക്കാത്ത് കൊടുക്കുന്നത് പ്രധാനമായും ഈ ഒരു സാഹോദര്യ ബന്ധത്തിൽ ഉൾപ്പെടാൻ, നമ്മുടെ ഒരു ഇബാദത്ത് എന്നത് നിറവേറ്റാൻ എന്നതൊക്കെ പോലെ തന്നെ പരലോകത്ത് പ്രതിഫലം കിട്ടാൻ കൂടിയാണ് എന്ന ഒരു വിശ്വാസം നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. കാരണം ഖുർആൻ പറയുന്നത് അങ്ങനെയല്ലേ, വല്ലദീന യക്നിസൂന അസ്സഹബ വൽ ഫിദ്ദ വലാ യുൻഫിഖൂനഹ ഫീ സബീലില്ലാഹ് ഫബശ്ശിർഹും ബിഅദാബിൻ അലീം എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ഈ സ്വർണം, വെള്ളി അഥവാ സമ്പത്ത്, ഇത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാതെ എടുത്തു വെക്കുന്ന ആളുകൾ, അവർക്ക് വേദനാജനകമായ ശിക്ഷ കൊണ്ട് നീ സന്തോഷ വാർത്ത അറിയിക്കുക എന്നാണ്. ഒരൽപ്പം പരിഹാസത്തിൻ്റെ സ്വരത്തിലാണ് ആ പറയുന്നത്. കാരണം വേദനാജനകമായ ശിക്ഷ കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുക എന്ന് പറയുമ്പോൾ അവർക്ക് കിട്ടാനുള്ളത് അതാണെന്ന് അവർ മനസ്സിലാക്കട്ടെ എന്ന ഒരു കൽപ്പനയാണല്ലോ. അവർക്ക് കിട്ടാനുള്ളത് അവർ മനസ്സിലാക്കിക്കൊള്ളട്ടെ എന്നാണല്ലോ അള്ളാഹു ആ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കുക, ഈ ഒരു ഇബാദത്ത് നിറവേറ്റുന്നതിലൂടെ മുസ്ലിം സാഹോദര്യ ബന്ധത്തിലേക്ക് നമ്മൾ വരുന്നു. അതേപോലെ തന്നെ സമൂഹത്തോടുള്ള ബാധ്യത നിറവേറ്റിയവരായി നമ്മൾ മാറുന്നു. അതോടൊപ്പം തന്നെ നാളെ പരലോകത്ത് അതിൻ്റെ പ്രതിഫലം ഉറപ്പാക്കുന്നവരായി നമ്മൾ മാറുന്നു എന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കേണ്ടത് നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കാൻ കൂടി സക്കാത്ത് അനിവാര്യമാണ് എന്നാണ് ഖുർആൻ പറയുന്നത്. അപ്പോൾ ഇവിടെ ഇത്രയൊക്കെ പ്രാധാന്യത്തോടു കൂടിയുള്ള ഒരു വിഷയമായിട്ടും എന്താണ് മുസ്ലിം സമൂഹത്തിൽ ഈ സക്കാത്ത് അങ്ങോട്ട് കൊടുത്തു വീട്ടാനുള്ള ഒരു പ്രയാസം? പലപ്പോഴും സക്കാത്ത് കൊടുക്കുക എന്ന് പറയുന്നത് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സംഖ്യയുടെ വലിപ്പം നോക്കുമ്പോഴാണ് അവർക്ക് കൊടുക്കാനൊരു വൈമനസ്യം വരുന്നത്. അത് നോക്കുക, 1,00,000 രൂപ സക്കാത്ത് കൊടുക്കണം എന്ന് പറയുമ്പോൾ എന്ത് 1,00,000 രൂപയോ എന്നാണ് അവൻ്റെ ചിന്ത. 1,00,000 രൂപ കൊണ്ട് കൊടുക്കുകയെന്നാണ്. പക്ഷേ അതിനപ്പുറത്ത് 39 ലക്ഷം രൂപ എൻ്റെ അക്കൗണ്ടിൽ ബാക്കിയാക്കിയിട്ടാണ്, അതിനുള്ള വസ്തുക്കൾ ഇവിടെ വെച്ചിട്ടാണ് 1,00,000 ഞാൻ അങ്ങോട്ട് കൊടുക്കുന്നത് എന്ന ചിന്ത മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വരുന്നില്ല എന്നതാണ്. സമ്പത്തുള്ള ഒരാൾക്ക് ആ ഒരു ചിന്തയാണ് വരേണ്ടത്. 2.5 ലക്ഷം സക്കാത്ത് കൊടുക്കുന്ന ഒരു മനുഷ്യൻ 1 കോടി രൂപയുണ്ടായിട്ട് 2.5 ലക്ഷം സക്കാത്ത് കൊടുക്കുന്ന ഒരു മനുഷ്യൻ എൻ്റെ അക്കൗണ്ടിൽ 97.5
ലക്ഷം രൂപ സേഫാണ് എന്ന് മനസ്സിലാക്കുന്നില്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നൽകിയതും അത് എനിക്ക് വേണ്ടി സംരക്ഷിക്കുന്നതും അതിൽ നിന്നും ഞാൻ കൊടുക്കേണ്ടതുണ്ട് എന്ന ഒരു ചിന്തയാണ് യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ടത്. അപ്പോൾ ഈ കൊടുക്കുന്ന സംഖ്യയുടെ വലുപ്പം, അതിനപ്പുറത്ത് ഇവിടെ സൂക്ഷിച്ചു വെച്ച സംഖ്യയുടെ വലുപ്പമാണ് നമ്മൾ നോക്കേണ്ടത് എന്നതാണ് പ്രത്യേകമായി ഓർമ്മിപ്പിക്കാനുള്ളത് എന്നതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് ഈ 1 ലക്ഷം കൊടുക്കുന്നത് 39 ലക്ഷം ഇവിടെ ബാക്കി വെച്ചുകൊണ്ടാണെങ്കിൽ, 2.5 ലക്ഷം കൊടുക്കുന്നത് 97.5 ലക്ഷം രൂപ ഇവിടെ ബാക്കി വെച്ചുകൊണ്ടാണെങ്കിൽ, ഈ 97.5യും ഉപകാരപ്പെടാത്ത ഒരു ദിവസത്തിൽ ഉപകാരപ്പെടുന്നതാണ് ഞാൻ കൊടുക്കുന്ന ഈ ഒരു 2.5 എന്ന ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് കയറുക തന്നെ ചെയ്യേണ്ടതുണ്ട്. അത് അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. കളവ് അല്ലാഹുവിൻ്റെതല്ല. വാഗ്ദത്തം ലംഘിക്കുക എന്നത് അല്ലാഹു ചെയ്യുന്ന കാര്യമല്ല. അതുകൊണ്ട് അല്ലാഹു അവൻ്റെ ഖുർആനിലൂടെ നമുക്ക് നൽകിയ വാഗ്ദത്തമാണ്. നൽകിയവന് ഇവിടെയും നാളെ പരലോകത്തും അതിൻ്റെ പ്രതിഫലം അവൻ നൽകുമെന്ന്. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറയുന്ന ആ രൂപത്തിൽ തന്നെ ഇത് കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പലരും കൊടുക്കും, പക്ഷേ എങ്ങനെയാണ് കൊടുക്കുന്നത്? അവനവൻ്റെ വീട്ടിലേക്ക് യാചിച്ചു വരുന്ന, സ്ഥാപനത്തിലേക്ക് വരുന്ന, അപേക്ഷ നൽകുന്ന ആളുകൾക്ക് മാത്രം കൊടുക്കുക എന്ന് പറയുന്നതിനപ്പുറത്ത് അത് കൊടുക്കേണ്ടുന്ന ഒരു രീതിയിലും കൊടുക്കേണ്ട രൂപത്തിലും കൊടുക്കേണ്ടതുണ്ട്. എത്രയാണ് എൻ്റെ സമ്പത്ത് എന്ന് കൃത്യമായി കണക്ക് നോക്കിയിട്ടായിരിക്കണം കൊടുക്കേണ്ടത്. ഇത്രയുണ്ട്, അതുകൊണ്ട് ഇത്ര കൊടുക്കാനുണ്ട്, എൻ്റെ ബാങ്കിൽ ഇത്രയുണ്ട് എന്ന രൂപത്തിൽ തന്നെയായിരിക്കണം കൊടുക്കേണ്ടത്. അതല്ലാതെ ഒരു കൃത്യമായ അളവില്ലാതെയല്ല കൊടുക്കേണ്ടുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സക്കാത്തിനെ പറ്റി പറഞ്ഞപ്പോഴൊക്കെ കാണുന്നത് ഇത്രയുണ്ടെങ്കിൽ എത്ര കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് പഠിപ്പിച്ചിട്ടുള്ളത്. സ്വർണം അത് ഇത്രയുണ്ടെങ്കിൽ 20 ദീനാറുണ്ടെങ്കിൽ അതിൻ്റെ 2.5% കൊടുക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുപോലെ തന്നെ വെള്ളി 5 ഊഖിയയുണ്ടെങ്കിൽ അഥവാ 140 മിസ്കാൽ ഉണ്ടെങ്കിൽ, ഒരു മിസ്കാൽ എന്ന് പറഞ്ഞാൽ 4.25 ഗ്രാമാണ്. അപ്പോൾ 4.25 ഇൻറ്റു 140 എന്ന് നമുക്ക് കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ കൃത്യമായി കിട്ടും 595 ഗ്രാം. അപ്പോൾ വെള്ളി 595 ഗ്രാം ഉണ്ടെങ്കിലാണ് കൊടുക്കേണ്ടുന്നത്. ഇന്നത്തെ നമ്മുടെ പണം അത് കൊടുക്കേണ്ടത് എങ്ങനെയാണ്? ഈ വെള്ളിയുടെ സംഖ്യയോട് കണക്കാക്കിയിട്ടാണ്. വെള്ളി ഇന്നത്തെ ഒരു കണക്കനുസരിച്ച് നോക്കുകയാണെങ്കിൽ 595 ഗ്രാം വെള്ളിക്ക് ഒരു 48,000 അല്ലെങ്കിൽ 45ൻ്റെ മേലെ ആയിരിക്കും ഉണ്ടാകുക. അപ്പോൾ അത്രയും സംഖ്യയുടെ ബാങ്ക് ബാലൻസോ കയ്യിലിരിപ്പോ അതേപോലെ തന്നെ മറ്റൊന്നായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റിയത് നമ്മുടെ കച്ചവട വസ്തുക്കൾ, ഇതെല്ലാം കൂടി കൂട്ടിക്കൊണ്ടാണ് നമ്മൾ കൊടുക്കേണ്ടത്. അതിലേക്ക് ഏതും കൂടി കൂട്ടണം. നമുക്ക് കിട്ടുമെന്ന് ഉറപ്പുള്ള കടങ്ങൾ കൂടി കൂട്ടിക്കൊണ്ടാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ പിന്നെ കച്ചവട വസ്തുക്കൾക്ക് പ്രത്യേകമായി തന്നെ സക്കാത്തുണ്ട്. ഈ കച്ചവട വസ്തുക്കളും അതേപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള വെള്ളിയാണെങ്കിൽ വെള്ളി, സ്വർണ്ണമാണെങ്കിൽ സ്വർണം അതിലേക്ക് കൂട്ടുക. വെള്ളിയും സ്വർണം കൂടി കൂട്ടേണ്ടതില്ല. സ്വർണം കൂട്ടുകയാണെങ്കിൽ വെള്ളി കൂട്ടേണ്ടതില്ല, വെള്ളി കൂട്ടുകയാണെങ്കിൽ സ്വർണവും കൂട്ടേണ്ടതില്ല. അപ്പോൾ സ്വർണത്തിന് വേറെ കൊടുക്കാനുണ്ട് എങ്കിൽ അതിൻ്റെ അങ്ങനെ തന്നെ കൊടുക്കണം. അപ്പോൾ കയ്യിലുള്ള വെള്ളി, അതേപോലെ തന്നെ കച്ചവട വസ്തുക്കൾ, അതുപോലെ തന്നെ നമ്മുടെ ബാങ്ക് ബാലൻസ്, കയ്യിലിരിപ്പ്, അതുപോലെ അതിലേക്ക് ചേർക്കേണ്ടുന്ന ഒന്നാണ് നമുക്ക് കിട്ടുമെന്ന് ഉറപ്പുള്ള കടങ്ങൾ. ഈ കാര്യങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് നമ്മൾ പണത്തിൻ്റെ സക്കാത്ത് കൊടുക്കേണ്ടത്. കാരണം സ്വർണത്തിനും വെള്ളിക്കും സക്കാത്ത് വരുന്നത് അവ മൂല്യമാണ് എന്ന നിലക്കാണ്. നമ്മുടെ കയ്യിലുള്ള പണമാണ് നമ്മൾ ഇന്ന് വസ്തുക്കൾ വാങ്ങാനും കൊടുക്കാനുമൊക്കെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് അവക്കും സക്കാത്തുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ടുന്ന മറ്റൊരു കാര്യമാണ് നമ്മുടെ ഷെയറുകൾ. ഇന്ന് അധികം ആളുകളും പല സ്ഥാപനങ്ങളിലും പല കമ്പനികളിലും ഷെയർ എടുക്കുന്നവരാണ്. ഈ ഷെയറുകൾക്ക് നമ്മൾ സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട്. അതെങ്ങനെയാണ് കൊടുക്കേണ്ടത്? നമ്മുടെ ഷെയറിൻ്റെ സ്വഭാവം അനുസരിച്ചാണ്. ഏത് സ്ഥാപനത്തിലാണ് നമ്മൾ നിക്ഷേപിച്ചിട്ടുള്ളത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളത് കൊടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ചില കമ്പനികൾ പൂർണ്ണമായിട്ടും ഒരു സർവീസ് ആയിട്ട് നടക്കുന്ന സ്ഥാപനങ്ങളായിരിക്കും. ഉദാഹരണമായിട്ട് ഹോട്ടലിംഗ് പോലുള്ള, അതേപോലെ തന്നെ
ട്രാവൽസ് പോലുള്ള കാര്യങ്ങൾ. അവിടെ വിൽപ്പനയും വാങ്ങലുമില്ല, മറിച്ച് പൂർണ്ണമായിട്ടും സർവീസാണ്. അപ്പോൾ സർവീസാണെങ്കിൽ നമ്മളുടെ നിക്ഷേപിച്ചിട്ടുള്ളതിന് നമ്മൾ നിക്ഷേപിച്ചിട്ടുള്ള സംഖ്യക്കല്ല കൊടുക്കേണ്ടുന്നത്, മറിച്ച് അവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന വരുമാനത്തിനാണ് കൊടുക്കേണ്ടുന്നത്. അതേപോലെ തന്നെ നമ്മൾ 2 രൂപത്തിൽ നിക്ഷേപിക്കും. ഒന്ന് വരുമാനം പ്രതീക്ഷിച്ചുകൊണ്ട് നിക്ഷേപിക്കും. രണ്ടാമത്തത് നമുക്ക് വില കിട്ടിയാൽ വിൽക്കണം എന്ന നിലക്ക് കമ്പനികളിൽ നമ്മൾ ഷെയർ എടുക്കാറുണ്ട്. ഇപ്പോൾ പല സ്ഥാപനങ്ങളിൽ നമ്മൾ ഷെയർ എടുക്കുന്നത് അതിൽ നിന്ന് മാസത്തിൽ വരുമാനം കിട്ടാൻ വേണ്ടിയല്ല, അല്ലെങ്കിൽ വർഷത്തിൽ വരുമാനം കിട്ടാൻ വേണ്ടിയല്ല, മറിച്ച് ആ ഷെയറുകളുടെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് നമുക്ക് ആവശ്യമുണ്ടാകുന്ന സമയത്ത് വിൽപ്പന നടത്തണം എന്നതാണെങ്കിൽ അതൊരു വിൽപ്പന ചരക്കാണ്. അതുകൊണ്ട് തന്നെ ഓരോ വർഷങ്ങളിലും കൃത്യമായി നമ്മൾ എത്രയാണോ നിക്ഷേപിച്ചത്, ആ നിക്ഷേപിച്ചത് ഇപ്പോൾ എത്രയായിട്ടുണ്ട്, അതിൻ്റെ വളർച്ച എത്രയായിട്ടുണ്ട് എന്ന് നോക്കിയിട്ട് അതിന് ഓരോ വർഷങ്ങളിലും സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട്. എന്നാൽ വരുമാനം കിട്ടാൻ വേണ്ടിയാണെങ്കിലോ നേരത്തെ പറഞ്ഞ പോലെ ഒരു സർവീസ് മാത്രമായി നടക്കുന്ന സ്ഥാപനങ്ങളിലാണ് എങ്കിൽ അവിടെ നമ്മൾ ചെയ്യേണ്ടുന്നത് നമുക്ക് കിട്ടുന്ന വരുമാനത്തിന് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, എല്ലാം കൂടി കണക്ക് കൂട്ടുന്ന കൂട്ടത്തിൽ ആ നമ്മുടെ കയ്യിലിരിപ്പുള്ള ആ സംഖ്യക്ക് കൂടി നമ്മൾ കൂട്ടുന്നു, എന്നിട്ട് സക്കാത്ത് കൊടുക്കുന്നു. ഇതാണ് അതിൻ്റെ ശരിയായ രൂപമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി പൂർണ്ണമായും വിറ്റുവരുമാനം വാങ്ങുക, വിൽക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് എങ്കിൽ, അതേപോലെ തന്നെ വാങ്ങുന്നുണ്ട്, അസംബിൾ ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ പ്രൊഡക്ഷനുണ്ട്, വിൽപ്പനയുമുണ്ട്, ഇങ്ങനെയുള്ള കമ്പനികളിലാണ് എങ്കിൽ ആ സ്ഥാപനങ്ങളുടെ സ്ഥലം, കെട്ടിടം, അതുപോലെ തന്നെ ഈ ഫർണിച്ചറുകൾ, ഉപകരണങ്ങൾ, ഇവ ഒഴിച്ച് ബാക്കിയുള്ളതിൽ എത്രയാണ് നമ്മുടെ സംഖ്യയുള്ളത് അതിനനുസരിച്ച് നമ്മുടെ ഷെയറിന് സക്കാത്ത് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിലാണ് എങ്കിൽ, കൃഷിക്ക് വേണ്ടിയാണ് നമ്മൾ പണം ഇറക്കിയിട്ടുള്ളത് എങ്കിൽ, കൃഷിയുടെ സക്കാത്ത് നമ്മൾ ആ നിക്ഷേപിച്ചതിന് നൽകിക്കൊണ്ടിരിക്കേണ്ടതുണ്ട്, ഓരോ വർഷങ്ങളിലും നൽകേണ്ടതുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതൽ വിശദമായി നമ്മൾ അറിയേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനമായി കൊടുത്ത് വീട്ടേണ്ടതാണ്. ഇതെൻ്റെ ഒരു ഇബാദത്താണ്, എൻ്റെ ശരീരത്തിന് ഇബാദത്തുള്ളതുപോലെ അള്ളാഹു നിശ്ചയിച്ച ഒന്നാണ്. എൻ്റെ സമ്പത്തിനുള്ള സക്കാത്ത് അതൊരു ഇബാദത്താണ് എന്ന തിരിച്ചറിവും അതിലൂടെ നാളെ എനിക്ക് പരലോകത്ത് പ്രതിഫലം കിട്ടുമെന്നും അത് നൽകിയിട്ടില്ല എങ്കിൽ അതിന് കടുത്ത ശിക്ഷ ഞാൻ അനുഭവിക്കേണ്ടി വരികയും ചെയ്യുമെന്ന ഒരു ബോധ്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അതോടൊപ്പം തന്നെ ഞാൻ കൊടുക്കുന്നത് വളരെ കുറഞ്ഞതാണ്. ആ കുറഞ്ഞത് അതിനപ്പുറത്തുള്ള എത്രയോ വലിയ സംഖ്യ, അതിൻ്റെ 97% ഇവിടെ നിലനിർത്തിത്തരുന്ന എൻ്റെ റബ്ബിനുള്ള ഒരു നന്ദിയായിട്ട് കൂടിയാണ്, ഈ സമൂഹത്തോടുള്ള ഒരു ബാധ്യതയായിട്ട് കൂടിയാണ് ഞാനിത് നിറവേറ്റുന്നത് എന്ന ഒരു വിശ്വാസവും ഒരു ബോധവും നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മേൽ നിർബന്ധമാക്കിയ എല്ലാ ഇബാദത്തുകളും അവൻ്റെ പ്രതിഫലവും അവൻ്റെ തൃപ്തിയും പ്രതീക്ഷിച്ചുകൊണ്ട് നിർവഹിക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.